ഒന്ന് നിന്നേ. അച്ഛനവിടെ? അച്ഛൻ പുറത്തുണ്ട്. എന്താ മോളെ? ഇരിക്കച്ച. ഒന്നുമില്ല, അച്ഛനോടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ആ മോളെ, നീ ഒന്ന് വീട് വരെ പോണു കേട്ടോ. അല്ല, അവിടെ ആരും ഇല്ലല്ലോ, പിന്നെന്തിനാ നിത്യം അങ്ങോട്ട് പോകുന്നത്? പോസ്റ്റ് ഓഫീസിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ആ പുഞ്ചക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ടതാ. എല്ലാവരും കൂടി ഒരു നിവേദനം മറ്റോ കൊടുത്തിരുന്നില്ലേ? അന്ന് ഒപ്പിട്ട് വാങ്ങണം. അച്ഛനല്ല ഒപ്പിട്ട് വാങ്ങേണ്ടത്. എനിക്കിന്ന് രാവിലെ അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്ന് പോകണം. വൈകുന്നേരം ഞാൻ അച്ഛനെ കൊണ്ടുപോകാം. അല്ല മോനെ, എന്റെ പേരിലല്ല, നിത്യമോളാ നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പൊ കത്ത് വന്നിരിക്കുന്നത് നിത്യമോളുടെ പേരില്ല. ഇവളെന്നെ പോയി വാങ്ങണം. നീ രാവിലെ അങ്ങ് പോയാ പെട്ടെന്ന് വരാവുന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ താൻ പോയിട്ടോടോ. ഞാൻ പോവാച്ച. കൂട്ടത്തിലേ വീട്ടിലൊന്ന് കയറിയിട്ട് തുറന്നു നോക്കണം. വല്ല ചെതലോ മറ്റോ കയറിയിട്ടുണ്ടെങ്കിലേ തട്ടിക്കളഞ്ഞിട്ട് പോരെ. ശരി അച്ഛ. ആ ഭൂമി പ്രശ്നം കുറച്ച് കുഴപ്പം പിടിച്ച കേസാ. ആ, അറിയാം. ഉള്ളത് കുറച്ചാണെങ്കിലും അത് മോനുള്ളതല്ലേ. അച്ഛനതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, അച്ഛനും അച്ഛൻ്റെ മോളും എല്ലാ കാര്യത്തിലും കൃത്യതയുള്ളതാണല്ലോ. പിന്നെ എന്തിനാണോ ഞാൻ പേടിക്കുന്നത്? എന്റെ മോള് പാല് കുടിച്ചേ. ആ കുടിച്ചേ. പതുക്കെ. മോളെ കുടിച്ചേ. കുടിക്കേ. കുടിക്കുന്നില്ലല്ലോ. എന്താണ്? അവള് കരച്ചിൽ നിർത്തുന്നില്ല. നേരത്തെ കുറച്ച് പാല് കുടിച്ചതാ, ഇപ്പൊ കൊടുത്തിട്ട് കുടിക്കുന്നുമില്ല. ഇനി വല്ല അസ്വസ്ഥതയോ വയറുവേനയോ വലുതായിരിക്കുവാടാ. ഒന്നുമില്ല മാവ. ഈ പ്രായത്തിലുള്ള കുട്ടികള് അമ്മയുടെ ചൂട് പറ്റിക്കിടന്ന തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇതല്ല. എന്നാ പിന്നെ കുഞ്ഞിനെ ഞാൻ അവളുടെ അടുത്തുകൊണ്ടേക്ക് കിടത്താം. വേണ്ട. ഈ സമയം വരെ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന് കെഞ്ചിയായിരുന്നു. അവള് ദേഷ്യപ്പെടുക ചെയ്തത്. അമ്മാവ സത്യം പറയാമല്ലോ, ഈ കുഞ്ഞിനെ അവളുടെ അടുത്ത് തനിച്ച് കിടത്താൻ എനിക്ക് പേടിയാ. എന്തെങ്കിലും ചെയ്യാൻ പോലും അവള് മടിക്കില്ല. പിന്നെ ഇപ്പൊ എന്താടാ ചെയ്യുക? ഞാൻ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങി നടന്നാലൊന്ന് ആലോചിക്കുക. ചിലപ്പോ പുറത്ത് നടന്നാലേ. നീ ഇത് എന്താ ഹരി പറയുന്നേ? നൂല് കെട്ട് കഴിയാത്ത കുഞ്ഞാ, അതിനെ കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞാല്? അമ്മാവ, ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആചാരങ്ങളൊന്നും അതേപടി നടക്കുന്നില്ലല്ലോ. ലാളിച്ച് വളർത്തേണ്ടവർ അതിന് തയ്യാറല്ലെങ്കിലേ നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്തല്ലേ പറ്റൂ. എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കാടാ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ നിർത്തിക്കോളും. വേണമെങ്കിൽ കുഞ്ഞിനെ ഞാൻ കുറച്ച് നേരം എടുക്കാം. വാ കുഞ്ഞെ. വേണ്ട, അവൾ എൻ്റെ അടുത്ത് ഇരുന്നോട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ.
ഓ ഓ ഓ ഓ ഓ ഓ കരയണ്ട കരയണ്ട കേട്ടോ ഓ ഓ ഓ ഓ വാ 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 പാല് കുടിക്ക് പാല് കുടി ഓ ഓ കരയണ്ട കേട്ടോ ആ ആ ആ കുടിച്ചേ ആ ആ ആ ആ ആ ദുഷ്ടത്തെ ഞാനങ്ങോട്ട് കയറി ചെന്നപ്പോ അവള് ചോദിച്ചെന്താണെന്നറിയോ? ആ നാശത്തിന് എവിടെങ്കിലും കൊണ്ടുപോയിക്കൂടെ എന്ന്. അവളുടെ പേര് അമ്മയെന്ന് തന്നെയല്ലേ? പണ്ടത്തെ പോലെ ശപിച്ച് കല്ല് മണ്ണുവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശപിച്ചേനെ ഞാൻ അവളെ. അതെങ്ങനെയാ? മനസ്സിൽ ദുഷ്ടത ഉള്ളവരെയാണല്ലോ എല്ലാരെക്കാളും വളരുന്നത്. വിട്ടേക്കമ്മാവ, കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി ഇനി വീണയൊന്നും പറയണ്ട. അവൾ കുഞ്ഞിനെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ വേണ്ട വേണ്ട കരയണ്ട കരയണ്ട ഓ ഓ ഓ ഓ എന്താ നിത്യേ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അനു ജ്യോതിയെ വിളിച്ചിരുന്നു. അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജ്യോതി നിന്നോട് പറഞ്ഞോ? ചേച്ചി പറഞ്ഞോ എന്നാ ചോദിച്ചത്. പറഞ്ഞു. പരിഹാരമായിട്ട് നീ ജ്യോതിയോട് എന്താ തിരിച്ചു പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലേ? അതോ പറയാൻ ഉദ്ദേശിക്കുന്നത് വരുന്നത് എന്തായാലും അനുഭവിച്ചോ എന്നാണോ? നിത്യേ, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താന്നറിയോ? ചോദിച്ചു നോക്കവനോട്. എന്താടാ? അത് ഞാനും ജ്യോതിയും തമ്മില്. നിങ്ങൾ തമ്മില്? സാറാ, എന്നെ ബാധിക്കില്ലേ? നിന്നെ ബാധിക്കില്ലേ? ആ കുടുംബത്തിനെ മുഴുവൻ ബാധിക്കില്ലേ? മനു, എന്താടാ ഇത്? സുജാത ആന്റിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് നിത്യനെ നമ്മൾ സംസാരിക്കാറുള്ളതല്ലേ? ജീവൻ ഒരു അപകടകാരിയാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു. എന്നിട്ടാണോ നീ അങ്ങനെയൊക്കെ കാണിച്ചത്? സോറി ചേച്ചി, ഞാൻ. നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രായത്തിലെ പ്രണയത്തിന്റെ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ തമ്മിൽ കാണുക പോലും ചെയ്യരുത്. സോറി ചേച്ചി. അങ്ങനെ ഒരാളുടെ കൂടെ നിത്യ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവളെ വീണ്ടും നരകത്തിലേക്ക് ചവിട്ടിയിടുകയാണോ നീ? എന്റെ കാര്യം വിട്ടേക്ക്. ഒരു ജന്മം മുഴുവൻ കരയാൻ വേണ്ടിയാ എന്നെ സൃഷ്ടിച്ചത് തന്നെ. പക്ഷെ ഇപ്പൊ ജ്യോതിയുടെ അവസ്ഥ എന്താണെന്നറിയോ സാറയ്ക്ക്? ഇവര് തമ്മിൽ സംസാരിക്കുന്നതും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും വേറെ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അവര് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നു. ഏത് നിമിഷവും ജീവനെയും കുടുംബത്തിനെ അത് കാണിക്കുന്നു പറഞ്ഞ് വരട്ടുന്നു. ഇന്ന് അവളെ വീട്ടിലേക്ക് വന്ന് കയറിയത് സകലതും നഷ്ടപ്പെട്ടവളെ പോലെയാ. 4-5 ദിവസത്തെ പ്രണയത്തിന്റെ കൂലി. ജ്യോതി എന്നോടത് പറഞ്ഞു.
ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര് ഒരു ബുദ്ധിയില്ലാത്തവരാണല്ലോ. നീ വിളിക്കുമ്പോ ഫോൺ എടുത്ത് സംസാരിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാൻ മനു, ആ ഫോട്ടോസ് ഏതെങ്കിലും ജീവൻ കണ്ടാൽ സ്വന്തം അനുജത്തിയാണെന്നൊന്നും നോക്കില്ല അയാള്. ആ പെൺകുട്ടിയെ കൊല്ലും. അഥവാ അത് കാണുന്നത് ആ കുടുംബം മൊത്തത്തിലാണെങ്കിൽ അവള് സ്വയം ഇല്ലാതാവും. നിങ്ങൾക്കൊരു തോന്നലുണ്ടല്ലോ എന്ത് കാര്യത്തിന് നേരിടാൻ ധൈര്യമുണ്ടെന്ന്. അതൊക്കെ വെറുതെയാ. കൊള്ളാവുന്ന ഒരു പ്രശ്നം വന്നാല് നേരിടാനാവാതെ തളർന്നു കിടക്കും നിങ്ങള്. ജ്യോതി ഇപ്പോ ആ അവസ്ഥയിൽ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ചേച്ചി പേടിക്കണ്ട. അവളെ ബുദ്ധിമുട്ടിക്കുന്ന ആരായാലും എങ്ങനെയെങ്കിലും ഞങ്ങളത് കണ്ടെത്തും. കണ്ടെത്തിയ നല്ലത്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പോലും പറ്റില്ല. സാറാ, ഞാനിന്ന് വീട്ടിലേക്ക് പോവാം. പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും വേണം. നിത്യ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കുകയും ചെയ്യില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചു പോയില്ലേ. ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോക്കാം. നിത്യ പോയിട്ട് വാ. വേറെ ഒരു പണിയില്ലായിരുന്നോടാ നിനക്ക്? ചേച്ചി, എടാ, നിങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് നടക്കുമ്പോ അത് ഞങ്ങൾ അനുവദിച്ചു തരുന്നില്ലേ? അപ്പോ എന്തായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ? നിങ്ങൾ തമ്മിൽ തെറ്റായ ഒരു കാര്യവും സംഭവിക്കില്ലെന്ന്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരുമ്പോ സ്വാതന്ത്ര്യം തന്നവര് അത് തെറ്റായി പോയെന്ന് തന്നെ കരുതും. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ജ്യോതിക്ക് ഇനി ഒരു ഭീഷണി സന്ദേശവും വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? ഓ ഓ ഓ ഓ ഓ ഓ ഓ വേണ്ട ഓ കരയിലെ വാവേ, കരയിലെ. ഓ ഓ ഇതിപ്പോ എന്താ കുഞ്ഞിനെ പറ്റിയേ? ഇങ്ങനെയൊക്കെ കരയാന്ന് വെച്ചാ? ഞാൻ എന്തായാലും കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാമാവാ. ആ, നമ്മളെ കൊണ്ട് സാധിക്കാത്തത് പ്രകൃതിയെ കൊണ്ട് സാധിക്കുമെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പാടവരമ്പത്ത് ഞാനും കുറെ കിടന്നുറങ്ങിയിട്ടുള്ളതാ. അന്നെന്റെ അമ്മയെ പ്രതീക്ഷിച്ച. ചിലപ്പോ ഈ കുഞ്ഞിനും അത് തന്നെയായിരിക്കും വിധി. ഞാൻ പോയിട്ട് വരാമാവാ. ഓ ഓ ഓ ഓ ഓ ഓ എടാ, ഞാൻ നോക്കിക്കോളാം. ഓ ഓ ഓ ഓ
ഹരിയേട്ടാ, പതിവില്ലാതെ ഈ വഴിക്ക് വെറുതെ ഇറങ്ങിയാ ഞാൻ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഓ, എന്താണ് വാവേ വാവേ, എന്താണ് ഹരി! എന്താണ്? ഹരി! ഓ, ഒന്നിങ്ങി വന്നേ ഹരി. എന്താട്ടാ? മൂപ്പര കാലിലെന്തോ കടിച്ചെന്ന് തോന്നുന്നു. ഓ ഓ ഓ ഓ അപ്പ്, മകളെ ഒന്നിങ്ങി വന്നേ, ഓടിവാ. എന്താ ഹരിയേട്ടാ? ആ, ഇവിടെ ഇരുന്ന് ഈ വാവെ ഒന്ന് കളിപ്പിച്ചാണ് കേട്ടോ. ഇപ്പൊ ഒരേ കേട്ടോ. ചക്രവാവേ, ദേ ഹരി നോക്കിയേ, എവിടെ? എന്താന്നറിയില്ല. എടി അമ്മോ, ദേ ഐസ്ക്രീം. വേഗം വാടാ, വേഗം വാ, വേഗം വാ. ചേച്ചിമാരെ, ഒന്ന് ഇവിടം വരെ വരുവോ? വഞ്ചേ, നീ ആ കൊച്ചു വിളിക്കുന്നു, വാ. എന്താ മോളെ, എന്തു പറ്റി? ഈ കുഞ്ഞിനെ ആരും ഇവിടെ കിടത്തിയേ? പാമ്പ് വന്ന് കുഞ്ഞിന്റെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിലോ? ഇത്രയില്ലാത്ത കുഞ്ഞിനെ തനിച്ചിവിടെ കിടത്തിയിരിക്കുകയാണോ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? കുഞ്ഞിനാരും ഇവിടെ കിടത്തിയത്? ഇതാരുടെ കുഞ്ഞാന്ന് മോക്കറിയൂ? ഇത് ഹരിയേട്ടന്റെ കുഞ്ഞാ. ഹരിയേട്ടന്റെ കുഞ്ഞോ? എന്നിട്ട് ഹരിയേട്ടൻ എവിടെ? ഹരിച്ചേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാ. കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാ പോയത്? കുഞ്ഞിനെ ഇപ്പൊ പാമ്പ് കൊത്തില്ലായിരുന്നോ? ഞങ്ങൾ ഐസ്ക്രീം വണ്ടി വന്നപ്പോ പോയതാ. എന്ത് പണിയാ മക്കളെ, ചെറിയ കുട്ടിയല്ലേ. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുമ്പോ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണ്ടേ? ഒന്നും പറ്റാതിരുന്നത് ഭാഗ്യം. ചേച്ചി, നിങ്ങൾക്ക് ആളറിയെങ്കില് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവോ? ഇങ്ങ് തന്നേക്കും മോളെ, ഹരി ഇവിടെ പാടത്ത് കാണും.